ആസ് എ മെഹന്തി ആർട്ടിസ്റ്റ് എനിക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. നമ്മളെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു. നോക്കുമ്പോൾ എന്താ മെഹന്തി ഫെസ്റ്റിന്. ഞാൻ 2-3 മെഹന്തി ഫെസ്റ്റിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും പോകാലോ എന്ന് ചോദിച്ചാൽ ഞാൻ നോക്കിയപ്പോൾ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളതായിരുന്നു. അത് നമ്മളെ നാട്ടിൽ തന്നെയാണ്. പിന്നെ ഞാൻ അതിനെപ്പറ്റി വലിയ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ അന്ന് രാത്രി കാണാൻ നമുക്കൊരു കോൾ വരുന്നത്. നമ്മുടെ ടീ സ്റ്റോറി നടന്ന ഷോപ്പിൽ നിന്നാണ് ഈ പരിപാടി നടക്കുന്നത്. അവിടെ ഇങ്ങനെ മെഹന്തി ഫെസ്റ്റ് നടക്കുന്നുണ്ട്, ഒന്ന് ജഡ്ജ്മെന്റ് ചെയ്യാൻ വരാമെന്ന് ചോദിച്ചു. സത്യം പറയാലോ, ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാന്നെല്ലാം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു വലിയൊരു കാര്യമാണ്. മെഹന്തി ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു ജഡ്ജ്മെന്റിന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാ ജഡ്ജ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ മാഷാല്ലാ അവിടെ എത്തിയപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. എന്തായാലും അവിടെയുള്ള കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മൈലാഞ്ചിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി, ആർക്ക് സെലക്ട് ചെയ്യും ആർക്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ഞാൻ. പക്ഷെ എന്തായാലും നമ്മൾ ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത്, പിന്നെ അവർക്കുള്ള സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് 2 മണിക്കൂറാണ് മെഹന്തി ഇടാൻ കൊടുത്ത സമയം. നമുക്കൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറാണ് ഉണ്ടാവല്. റിസൾട്ടൊക്കെ പറഞ്ഞ് അവർക്കുള്ള സമ്മാനമൊക്കെ കൊടുത്ത് അതുവരെ ഞാൻ അവിടെ ഇരുന്ന്, പിന്നെ എനിക്കുള്ള സമ്മാനം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് കാണാം. ഓക്കെ, ബൈ.